ഗുജറാത്തി സ്ട്രീറ്റ്. ഇത് പേര് കേട്ടതല്ലാതെ ഇത്രയും നീണ്ട 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഗുജറാത്തി സ്ട്രീറ്റിലേക്ക് പോകുന്നത്. ഗുജറാത്തി സ്ട്രീറ്റിൽ പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് പറഞ്ഞ ഒരാൾ പറഞ്ഞിരുന്നു, ബിജു ഇബ്രാഹിമിൻ്റെ ചിത്രപ്രദർശനം, മട്ടാഞ്ചേരിയുടെ ചിത്രപ്രദർശനം അവിടെ ഡിസൈൻ ആശ്രമത്തിലുണ്ട്. അപ്പം ഒന്ന് പോയി വീഡിയോ എടുക്കുന്നതല്ലേ, ഒന്ന് പോയി കണ്ടു നോക്കൂ, എന്തെങ്കിലും ഉണ്ടാവും, കണ്ടൻറ് എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ഇതിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടു ഡിസൈൻ ആശ്രമത്തിലേക്ക് പോയി. ഗുജറാത്തി സ്ട്രീറ്റ് കേട്ടു എന്നല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഗുജറാത്തി സ്ട്രീറ്റ്, ബാലാജി സ്വീറ്റ്സും ഗുജറാത്തി സ്ട്രീറ്റുമായിട്ടൊരു നല്ലൊരു കണക്ഷൻ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോഴും ഞാനതായിരുന്നു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെയുള്ള ചിത്രപ്രദർശനം, ബിജു ഇബ്രാഹിമിൻ്റെ ചിത്രപ്രദർശനം കണ്ടു, കുറച്ച് പാട്ടൊക്കെ കേട്ട് വീഡിയോസൊക്കെ എടുത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഗുജറാത്തി സ്ട്രീറ്റിൻ്റെ ആ രാത്രിയിലുള്ള ലൈറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി അതൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. തൊട്ടടുത്തായിട്ട് തന്നെ അവിടെ ഒരു കഫേ കണ്ടു. അപ്പം ഈ കഫേ എന്താണ് എന്നുള്ളതിനെ നോക്കിയപ്പോഴാണ് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഗുദാം ആർട്ട് കഫേ എന്നിട്ട് കാണുന്നത്. ഈ ഗുദാം ആർട്ട് കഫേയിൽ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയ എൻട്രൻസൊക്കെ ചെറുതാണ്, പക്ഷേ എന്തൊക്കെയോ അതിനകത്ത് ഗുദാം ആർട്ട് കഫേ ജസ്റ്റ് നെറ്റിൽ അടിച്ചു നോക്കിയാലും കാണും. കുറേ പഴയ ആർക്കിടെക്ചറായിട്ടുള്ളതും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, കാര്യങ്ങൾ, ആർട്ട്, അതുപോലെ കൂടെ ഫുഡ്, ഇതൊക്കെയാണ് അതിലുള്ളതെന്നാണ് പുറത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ശരി, ഭക്ഷണമൊക്കെ ഓൾറെഡി വീട്ടിലുണ്ടാക്കി വെച്ചതുകൊണ്ട് ഇനി അവിടെ കഫേയിൽ കയറിയാൽ എന്തെങ്കിലും കഴിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഇങ്ങനെ ആലോചനയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഹസ്സിനോട് പറഞ്ഞു, കൂടെ ഉണ്ടായിരുന്നപ്പം മൂപ്പരോട് പറഞ്ഞു, എനിക്ക് നമുക്കൊന്ന് അവിടെ കയറി നോക്കിയാലോ. അവിടെ ഇപ്പം എന്താ ഉള്ളത്, എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് മൂപ്പർ ആദ്യമേ പറഞ്ഞു. എന്നാലും ഒന്ന് കയറി നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ കയറിയപ്പോഴാണ് എന്താണ് ഇല്ലാത്തത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. കാരണം എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ നമ്മുടെ പാർക്കിലെത്തിയത് എങ്ങനെയാണോ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. എവിടെയൊക്കെ നോക്കണം, എന്തൊക്കെ ചെയ്യണം, എന്താണ് വീഡിയോസ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് കാണാത്തത്, എനിക്ക് അങ്ങനെ നമുക്കൊരു നിശ്ചയമില്ലാതെയായിപ്പോയി. കാരണം എല്ലാവരുടെയും കാണാനും അറിയാനും അവരുടെ വീഡിയോസ് എടുക്കാനും അത്രയും കാര്യങ്ങളുണ്ട്. അവിടെ എത്തി അവരോട് ചോദിച്ചു വീഡിയോസ്, അവിടെ എത്തി നമ്മൾ വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു, നിങ്ങൾ കഫേ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ശരി, എന്നാൽ കഫേ യൂസ് ചെയ്യാൻ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു, കഫേ യൂസ് ചെയ്യാമെന്ന് കരുതി. ഈ കഫേ അപ്പം അവർ പറഞ്ഞു, ബോസിനോടൊന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബോസിനെ കാണുന്നത്. ബോസ് നമ്മുടെ അൻഷാദ് ഗുരുവായൂരിൽ ഉള്ള പേരുള്ള ഒരാളാണ്. അദ്ദേഹം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഇതിൻ്റെ സൃഷ്ടികർത്താവ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ഒരാൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ സംസാരിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. അദ്ദേഹവും നല്ല ബിസിയായിരുന്നു. നമ്മൾ ബിസിയല്ല, നമ്മൾ ഇങ്ങനെയൊരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു പോകാനുള്ള ഒരു ചെറിയൊരു തയ്യാറെടുപ്പിലുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹമായിട്ടുള്ള ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടില്ല എന്നല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കും അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതിൽ ശരിക്കും പറയുക വെച്ചാൽ എന്തെല്ലാമെന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഒരുവിധം എല്ലാ മേഖലയിലും കൈവച്ചതാണ്. ഈ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം അത്രയും നല്ലൊരു ഫോട്ടോഗ്രാഫറും വീഡിയോ എടുക്കുന്ന ആളും ഒക്കെ ആയതുകൊണ്ട് എൻ്റെ ഒരു വീഡിയോ, ഈ ആർട്ട് കഫേയുടെ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തായിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബിലേക്കാണ് വീഡിയോ എടുക്കേണ്ടിയിട്ടാണെന്ന് ചോദിച്ചില്ല. അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെന്താ ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് ഇത്, നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞു അദ്ദേഹമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു എന്തായിരുന്നു കാര്യം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ, അവരുടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ആ ഒരു കയ്യൊപ്പ് പതിയുക എന്നെല്ലാം പറയുന്ന പോലെ കയ്യൊപ്പ് പതിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അദ്ദേഹം എന്നുള്ളത്. അപ്പം അതിനെ പറ്റിയിട്ട് എനിക്കൊന്ന് അറിയണം എന്നുള്ളത് കൊണ്ടായിരുന്നു ഞാൻ അവരോട് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഈ ആർട്ട് കഫേയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ട് കഫേ എന്ന് പറയുന്നത് മ്യൂസിക്, ഫുഡ്, ആൻറ്റിക്ക് എന്ന് വേണ്ട, നെറ്റിൽ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും അതിൽ ആ ഒരു ആർട്ട് കഫേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അതാ ഞാൻ പറഞ്ഞത്, ഇല്ലാത്തത് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എല്ലാം ഉണ്ട്. കഫേ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഗുജറാത്തി സ്ട്രീറ്റ് എന്ന് പറയുന്നതും ആദ്യമായിട്ട് കാണുകയാണ്.
ഈ ആർട്ട് കഫേ എന്ന് പറയുന്നതും ആദ്യമായിട്ട് പോയതാണ്. ഇനി ഒന്നുകൂടി അവിടെ പോയി കഴിഞ്ഞ് അവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ശരിക്കും എന്താണ് എന്നുള്ളത് ഒന്നുകൂടി ബാക്കിയുള്ളതും കൂടി എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ കൂടി എന്തായാലും ഇടും. വീഡിയോ ചെയ്തില്ലെങ്കിലും ഞാൻ അവിടെ എന്തായാലും പോവും. അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയണം. അവിടെ കുറേ ബുക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം അതൊക്കെ ലേറ്റ് ആയതുകൊണ്ട് അത് അടച്ചിരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു പകൽ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. ഇതിൻ്റെ തന്നെ ഗുദാം ആർട്ട് കഫേയുടെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം കോഴിക്കോട് ടുഡേ.